നീ ഫ്രീ ആയോ? വാ ഫുഡ് കഴിക്കാം. എന്നെ ഇപ്പൊ കഴിക്കാൻ ആരും ഇവിടെ വിളിക്കണ്ട. ഇനി സമയമാകുമ്പോ ഞാൻ തന്നെ പോയി കഴിച്ചോളാം. നീ ഇതെന്താ ആലോചിച്ചു കൂട്ടുന്നേ? വന്നേ, വാ കഴിക്കാം. നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ കഴിച്ചോളാന്ന്. എടാ, നിന്റെ മുറപ്പെണ്ണ നമ്മൾ പ്ലാൻ ചെയ്ത് വരുത്തിട്ട് എന്തായി? ഇതെങ്കിലും കണ്ടിട്ട് നിന്റെ ഭാര്യയ്ക്ക് വല്ല മാറ്റമുണ്ടോ? എവിടെ നിന്ന് വന്ന മുറപ്പെണ്ണ നന്നായിട്ട് വീട്ടുജോലിയെല്ലാം ചെയ്യുന്നുണ്ട്. അവളാണെങ്കിൽ ഇപ്പോഴും ടി വിയും നോക്കി മൊബൈലും തോണ്ടി കിടന്നു ഉറങ്ങി. ഈ അനുവിൻ്റെ കൂടെ ഒന്ന് സഹകരിക്കാൻ പോലും ക്ഷമ തയ്യാറില്ല. ഓ, അങ്ങനെയാണോ? അതെ. ഇനി ഇതെന്താവുമെന്ന് കണ്ടറിയണം. അവളുടെ ഇപ്പോഴത്തെ ഭാവം കണ്ടു കഴിഞ്ഞാൽ അനു വന്നതിന് ശേഷം അവളുടെ സ്വാതന്ത്ര്യം ഫുള്ള് പോയ മട്ടം. അതിൻ്റെ ഒരു ഇറിറ്റേഷൻ അവൾക്കുണ്ട്. എന്തായാലും കുറച്ച് ദിവസം നിന്റെ മുറപ്പെണ്ണ ഇവിടെ നിൽക്കട്ടെ, മാറ്റം ഉണ്ടാവും. ഉണ്ടായാൽ മതിയായിരുന്നു. അല്ല, ഇതിനിത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. നീ വിഷമിക്കേണ്ട, ശരിയാവുമെന്ന്. ശരിയാവും നോക്കാം. അതെ, ഞാനും ചേട്ടനും കൂടി ഒന്ന് പുറത്തോൻ പ്ലാൻ ഉണ്ടേ. അപ്പൊ ഈ 2 ഡ്രസ്സിൽ ഏതിടണമെന്ന് കൺഫ്യൂഷൻ. ഏതിട്ടാലും എന്നെ കാണാൻ ഭംഗി. ആ ബ്ലാക്ക് കൊള്ളാം, അത് നിനക്ക് നന്നായിട്ട് ചേരും. ബ്ലാക്ക് എനിക്കിഷ്ടമുള്ള കളർ തന്നെ. എനിക്കും ഇപ്പോഴാണ് സമാധാനമായത്. എന്തേ? നീ എന്നോട് പിണങ്ങിയിരിക്കാന്നാ ഞാൻ വിചാരിച്ചത്. എന്നാലേ ഇതെനിക്കൊന്ന് തേച്ച് തന്നേക്കാവോ? അതെന്താ നിനക്ക് തേച്ചാലേ? തേക്കാൻ പറഞ്ഞാൽ തേക്കണം, അത്ര തന്നെ. ഈ വീട്ടിലെ എല്ലാ പണിയും വാരി വലിച്ച് ചെയ്യാനും ഭക്ഷണം ഉണ്ടാക്കാനും നല്ല പിള്ളേ സമയമൊക്കെ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഇന്ന് ഈ പണിയും ചെയ്യാം. മോശം, കറണ്ടും പോയി. ഇനി എപ്പോ വരാനാ? ആ, വരുമ്പോ വരട്ടെ. നല്ലൊരു ഡ്രസ്സ് നീ മനഃപൂർവ്വം കരിച്ചല്ലേടി? ദേ ശ്യാമേ, അനാവശ്യം പറയരുത്. ഇല്ല, എനിക്കറിയാം നീ ഇത് മനഃപൂർവ്വം ചെയ്തതന്നെ. രാവിലെ ഞാൻ പറഞ്ഞത് ദേഷ്യം തീർക്കാൻ വേണ്ടി ഇത് ചെയ്തല്ലേ? അല്ല ശ്യാമേ, ഞാൻ തേച്ചോണ്ടിരുന്നപ്പോ കറണ്ട് പോയതാ. കറണ്ട് വന്നതാണെങ്കിൽ ഞാൻ അറിഞ്ഞൂല്ല. ആര് അറിഞ്ഞില്ല? നീ ഇത് മനഃപൂർവ്വം ചെയ്ത് തന്നെയാ. അതെങ്ങനാ? എന്റെ ഭർത്താവിന്റെ സേവ പിടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുവല്ലേ? വലിഞ്ഞു കയറി വന്നോളൂ മനുഷ്യനെ ശല്യപ്പെടുത്താനായിട്ട്. നീ ഇവിടെ ഇരിക്കുകയാണോ? മുഖം എന്ത് വല്ലാതിരിക്കുന്നത്? ശ്യാമതിനെ വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല. ശരി, ആകെ മൊത്തം ടയേർഡായടാ. ഞാൻ കിടക്കാൻ പോവാ. പിന്നെ ഞാൻ കഴിച്ച പ്ലേറ്റ് സിങ്കിൽ ഇട്ടിട്ടുണ്ട്, നീ ഒന്ന് കഴുകി എടുത്ത് വെച്ചേക്കാം. ഗുഡ് നൈറ്റ്. നിങ്ങളുടെ മുറപ്പെണ്ണ് എന്താ കാണിച്ചെന്നറിയോ? എന്റെ നല്ലൊരു ഡ്രസ്സ് ഞാൻ എടുത്ത് തേക്കാൻ കൊടുത്തപ്പോഴത്തേക്ക് കരിച്ച് വാരി കൈ തന്നു. അതിനുള്ള ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. അതാണല്ലേ അവളോട് അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്. അവളെന്താ വീട്ടിലെ ജോലിക്കാരിയാണോ നിന്റെ തുണി അലക്കാനും ഇസ്തിരി ഇടാനും പറയാൻ? അല്ല, ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ആഹാരം ഉണ്ടാക്കി വെക്കുന്നത് പോരായിട്ടാണോ നീ ഇത് അവളോട് പറഞ്ഞ? അതിന്റെ വൈരാഗ്യം തന്നെ അവൾ നിന്റെ തുണിയിൽ കാണിച്ചത്. നിനക്ക് ഇസ്തിരി ഇട്ട എന്തായിരുന്നു? നീ അവള് കൊള്ളാലോ. വേലക്കാരി വെക്കണ്ട ഞാൻ പറഞ്ഞപ്പോ വന്ന എന്റെ മുറപ്പെണ്ണ നീ അങ്ങ് വേലക്കാരിയാക്കിയല്ലേ? ഓ വേണ്ട, അവൾ ഞാൻ ഈ വീട്ടിലെ കൊച്ചമ്മേട്ടൻ കരുതാം. എന്റെ ഒരു തുണി തേച്ചു എന്ന് പറഞ്ഞാൽ അവളുടെ കയ്യിൽ വളയൊന്നും ഊരി പോകാൻ പോകുന്നില്ല. പിന്നെ ഒരു വീടാകുമ്പോഴത്തേനെ ഈ വീട്ടിലെ പല ജോലികളും ചെയ്യേണ്ടി വരും. ദേ ശ്യാമേ, നീ എൻ്റെ അടുത്ത് നിന്റെ ന്യായങ്ങളൊന്നും വിളമ്പല്ലേ. നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ അവൾ വന്നതിന് ശേഷം നിങ്ങളിൽ കുറെ മാറ്റങ്ങൾ കാണുന്നുണ്ട്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, അതാ നിങ്ങക്ക് നല്ലത്. ആ പറയടി. ഞാനാണെങ്കിൽ ഇതേ ആകെ പെട്ടിരിക്കുക. എന്തു ചെടി? ഇവിടെ ആണെങ്കിൽ ഒരുത്തി വന്ന് കേറിയിട്ടുണ്ട്. അവളെ കാരണം എനിക്ക് ഇച്ചിരി പോലും ഇവിടെ മനസമാധാനമില്ല. അവൾ അത് ചെയ്യുന്നു, അവൾ ഇത് ചെയ്യുന്നു, 24 മണിക്കൂർ. അവള് കാരണം അത്ര വീട് ഇപ്പൊ വീടായിട്ടിരിക്കുന്നത്. എനിക്ക് മടുത്തു. ഇതൊക്കെ കേട്ടിട്ട് നീ എന്താ തിരിച്ചൊന്നും പറയാത്ത? ഞാൻ എന്തോ പറയാൻ? ഞാൻ എന്തേലും പറഞ്ഞാൽ തന്നെ ഇവിടെ ആകെ വഴക്കാം. അതുമല്ല, അവൾ എന്തോ അവനെ കൊടുത്ത് മഴയ്ക്കുന്ന എനിക്ക് തോന്നണം. എടി, നീ വിചാരിച്ച അവളെ ഒതുക്കാൻ പറ്റൂലേ? വന്നതുപോലെ തിരിച്ചോട്ടിക്കാൻ അതിനുള്ള സാമർഥ്യമൊക്കെ നിനക്ക് ഉണ്ടെന്ന് എനിക്കറിയാം മോളെ. അതിനൊരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവളെ കൊണ്ട് തന്നെ അവള് പോവാന്ന് എനിക്ക് പറയിക്കണം. ശരി, അപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി. ഈ മണിച്ചിത്രത്താണ്ടി ഇപ്പൊ റീമേക്കൊക്കെ ആയപ്പോഴേ കുറെ അടിപൊളി സീനുകൾ ഇറങ്ങുന്നുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. സ്കൂൾ സമയത്തൊക്കെ നമ്മൾ പോയി കണ്ടുകൊണ്ടിരുന്നു. വീട്ടിൽ പണ്ട് VCR-ലൊക്കെ ഇട്ടുകൊണ്ടിരുന്നില്ല. എന്തുവാ
നിങ്ങളെ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? എന്തു പറ്റി? വായിൽ വെക്കാൻ കൊള്ളത്തില്ല, ഉപ്പില്ല, പുളിയില്ല, എരിവില്ല, ഒരു വകയ്ക്ക് കൊള്ളത്തില്ല. ഞാൻ കഴിച്ചാണല്ലോ, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അല്ലേലും ഇവള് നിങ്ങൾക്ക് വല്ലതും ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്ക് ഭയങ്കര രുചിയാണല്ലോ എല്ലാത്തിനും. അതെ, നിനക്ക് രുചിയില്ലായ്മ തോന്നുന്നുണ്ടെങ്കിൽ തനിയെ അങ്ങോട്ട് ഉണ്ടാക്കി കഴിക്കണം. അല്ലാതെ എപ്പോഴും കയറി അകത്തിരുന്നിട്ട് ഇവിടെ വിളമ്പുന്ന സമയത്ത് വന്നിരുന്ന് കഴിച്ചിട്ട് കുറ്റം പറയല്ല വേണ്ടത്. ഇവിടെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ കുറ്റം മാത്രം, അതേസമയം അവള് ചെയ്യുവാണെങ്കിലോ പുകഴ്ത്തൽ. ഈ മാറ്റമൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നാരും വിചാരിക്കണ്ട. ശ്രദ്ധിച്ചോ, കുഴപ്പമൊന്നുമില്ല. എന്നാലും നന്നാവരുത്. എടാ, വീട്ടിലൊരു മനസമാധാനം ഇല്ല സതീഷ്. എന്തുപറ്റി? ശ്യാമ അവള് തൊട്ടാനും പിടിച്ചാനും എല്ലാം അനുവിനോട് വഴക്കുണ്ടാക്കുക. അപ്പോൾ അനു തിരിച്ചൊന്നും പറയില്ലേ? അനു എന്തു പറയാൻ, അവള് അതെല്ലാം കേട്ട് മിണ്ടാതിരിക്കും. അത് എന്നെ ഓർത്തിട്ടാ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽപ്പെട്ട് എൻ്റെ മനസമാധാനവും പോകുന്നു. ഇതൊക്കെ ഞാൻ ആരോടാ പറഞ്ഞ് മനസ്സിലാക്കുക? അവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് നിനക്കറിയാം? നീയും ഷാമയും മാത്രമുള്ള ലോകത്തേക്ക് വേറെ ആൾ വന്നു കയറി എൻ്റെ ബുദ്ധിമുട്ടാണ്. അതിനിപ്പോൾ നിൻ്റെ ബന്ധുക്കളായാലും ശരി തന്നെ, ഷാമയ്ക്ക് അവരുമായിട്ടൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. നീ ഇനിയിപ്പോൾ അതോർത്തൊന്നും ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട, എല്ലാം പതിയെ പതിയെ ശരിയാവും. പക്ഷേ ഈ മുറപ്പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് ഭാര്യയെ പഠിപ്പിക്കാൻ നോക്കിയ പരിപാടി പാളിയോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒന്ന് അനങ്ങി തൂക്ക്. അനങ്ങി തൂത്തുന്ന ശേഷം നിലത്തിനൊന്നും നോവാനൊന്നും പോകുന്നില്ല. ചെയ്യുന്ന ഒരു പണിയെങ്കിലും ഇച്ചിരി ചെയ്തു പോയി. ശ്യാമേ, നിനക്കിത് എന്തിൻ്റെ കേടാ? നീ ആയിട്ടൊരു പണി ചെയ്യത്തുമില്ല, ചെയ്യുന്നവരങ്ങോട്ട് പണിയെടുക്കാൻ സമ്മതിക്കത്തുമില്ല. അത്രയും ബുദ്ധിമുട്ടാണെങ്കിലേ മേടിച്ചങ്ങോട്ട് തൂക്ക്. രക്ഷകൻ വന്നേക്കും. അത് പോട്ടനു, നീ കാര്യമായിട്ട് എടുക്കാതെ നീ തൂത്തോ. കഴിച്ചാ? ഞാൻ കഴിച്ചു. ഞാൻ ഇറങ്ങുവാണേ. പിന്നെ ശ്യാമ, ആ മേളത്തെ മുറി മുഴുവൻ വല കെട്ടിയിരിക്കുകയാണ്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കണേ. മേളത്തെ റൂം മാത്രമല്ലല്ലോ, വീടിന് ചുറ്റും വലയല്ലേ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്യിപ്പിക്കുന്ന കാര്യം ഞാൻ ഏൽച്ചു. ക്ലീൻ ചെയ്യിപ്പിക്കുന്ന കാര്യം ആരെ കൊണ്ട്? നിങ്ങളുടെ മുറപ്പെണ്ണിനെ കൊണ്ട്. ശ്യാമ, കുറച്ചും കൂടി ഡീസൻ്റ് ആയിട്ട് സംസാരിക്കണം. അവൾ നമ്മുടെ ഗസ്റ്റാണ്, അല്ലാതെ ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല. നീ എന്തെങ്ങനെ സംസാരിക്കുന്നത്? അതിന് അവൾ ഉണ്ടാക്കുന്ന ഫുഡിന് രുചി മാത്രം അറിഞ്ഞാൽ പോലല്ലോ, അവള് വീട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ മിടിക്കാണ് നിങ്ങൾക്ക് അറിയണ്ടേ. എനിക്ക് ആകെ ഒരു ആശ്വാസം ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, ഈ വീട്ടിലൊരു വേലക്കാരുടെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവള് വന്നതോടുകൂടി അതും അങ്ങ് മാറി. നോക്കിയും കണ്ട് സംസാരിക്കണം കേട്ടല്ലോ. ഈ പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടാ. എനിക്കിങ്ങനെ സഹിക്കാൻ വയ്യ. സോറി അനു, സഹിക്കും തോറും തലേ കയറും. ക്ഷമ, സോറി. എനിക്ക് ആ സമയത്ത് ദേഷ്യം സഹിക്കാൻ വയ്യാത്തപ്പോൾ നിന്നെ പിടിച്ച് തള്ളിയത്. ഞാനാണ് രാജുവിനോട് ശരിക്കും സോറി പറയേണ്ടത്. ഞാൻ എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായി, എനിക്ക് ചേച്ചിനോട് ദേഷ്യമല്ലായിരുന്നു, അതിനേക്കാൾ കൂടുതൽ അസൂയായിരുന്നു. എനിക്കല്ലാണ്ട് രാജീവിൻ്റെ ലൈഫിൽ കൂടുതൽ സ്ഥാനം ചേച്ചിക്കാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയത്. എടാ, നീ അവളെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. എൻ്റെ കൂടെ വളർന്നവളല്ലേ അവള്. എനിക്ക് ചേച്ചിനോട് മാപ്പ് പറഞ്ഞു. ചേച്ചി ഇപ്പോൾ എവിടെ? അവള് പോയി. ക്ഷമ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അനു, അവളെ ശരിക്കും വീട്ടിലോട്ട് ഞാൻ കൊണ്ടുവന്നു. എന്തിന്? നിനക്ക് ഒന്ന് കാണിച്ചു തരാൻ. എൻ്റെ സ്വപ്നത്തിലുള്ള വീട് എന്താണ്, എൻ്റെ സങ്കല്പത്തിലുള്ള ഭാര്യ എന്താണ് എന്നല്ല. പക്ഷേ ഞാനതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ ചെയ്തതുകൊണ്ട് നിൻ്റെയും മനസ്സ് വിഷമിച്ചു, അവളുടെയും മനസ്സ് വിഷമിച്ചു. അവൾക്ക് ചിലപ്പോൾ തോന്നിക്കാണും അവൾ കാരണം നമ്മുടെ ലൈഫ് സ്പോക്കില്ല ഉണ്ടാകും. ഈ ദാമ്പത്യം എന്ന് പറയുന്നത് രണ്ട് പേര് ചേർന്ന് ഒരുമിച്ച് ബിൽഡ് ചെയ്യുന്നൊരു സാധനമാണ്. അതൊരിക്കലും വേറൊരാളെ കാണിച്ച് നിന്നെ കൊണ്ട് കോപ്പി ചെയ്യിപ്പിക്കാൻ ഞാൻ ശ്രമിക്കരുത്. അവിടെ ഞാൻ ചിന്തിച്ചാലുള്ള തെറ്റ്.
പാവം ഇതിൻ്റെ ഇടയിലോട്ട് വലിച്ചഴിച്ചിട്ട് അവളുടെ മൈൻഡിൽ ഞാൻ സ്പോയിൽ ചെയ്തു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേരും കൂടെ അവളുടെ വീട്ടിൽ പോകാം, അവളെ കണ്ട് മാപ്പ് പറയാം.